2025 എത്ര പെട്ടെന്നാണായത്. 2024 നമുക്ക് പല കാര്യങ്ങൾ ലൈഫിൽ ഓർത്ത് വയ്ക്കുന്നത് മറക്കാത്തതായ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ മറക്കാനാവാത്ത സന്തോഷമായിരുന്നു ഞങ്ങളുടെ മോൻ്റെ വരവെന്ന് പറയുന്നത്. അതവൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അവനെ കൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള നിമിഷത്തിലാണ് അവൻ്റെ ജനനം എന്ന് പറയുന്നത്. മോള് 2014 എൻ്റെ കല്യാണം കഴിഞ്ഞ് 2015 മോള് ജനിച്ചത്. അന്ന് ഈ ടൈമിൽ നമുക്കിങ്ങനെ ഞാനിങ്ങനെ ഫോണിലൊന്നും ആക്റ്റീവല്ല, സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല. ജസ്റ്റ് അവളെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി കുറേ ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അന്നിങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ പറ്റി പോലും ഞാനത്ര ബോധേഡല്ല, എനിക്കറിയത്തില്ലായിരുന്നു. 19 വയസ്സിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് പോലും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ബ്ലഡിലുണ്ട ഒരു കുഞ്ഞുണ്ടാവുക എന്ന് വെച്ചാൽ. ഞാൻ പ്രസവിച്ച കുഞ്ഞ്, അതൊക്കെ ഭയങ്കര നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 2024 മോൻ്റെ വരവെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളും കൂടെ തന്നൊരു വർഷമായിരുന്നു എനിക്ക്. അതായത് മോൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് പോസിറ്റീവ് തൊട്ട് പിന്നെ അവൻ്റെ ഓരോ വളർച്ചകളെല്ലാം ഞാനും ചേട്ടന് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഇവൻ്റെ അതായത് ഞാൻ ഇവനെ പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് എനിക്കൊരു മെറ്റേണിറ്റി ഷൂട്ട്. അത് നമ്മളൊക്കെ ട്രിവാൻഡ്രത്ത് തിരുവല്ല ബ്യൂട്ടി ഹബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ പോകാൻ പറ്റുമോ, നീ ഹാപ്പി ആണെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞ് ചേട്ടൻ സപ്പോർട്ട് ചെയ്തു. ചേട്ടനും കൂടെ വന്നു. അങ്ങനെ ഞങ്ങളത് ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അന്നേ എടുത്തു വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇതൊന്നും എനിക്ക് മറക്കാനാവാത്ത സന്തോഷമുള്ള ദിവസങ്ങളല്ലായിരുന്നോ. അതുകൊണ്ട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അതായത് മാർച്ച് 6-ാം തീയതിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ഡേറ്റ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അങ്ങനെ ഞാൻ സത്യത്തിൽ അന്ന് മാത്രമാണ് എൻ്റെ അമ്മ ഞങ്ങളെ കൂടെ വരുന്നത്. അതുവരെയും ഒരമ്മയുടെ ആയിക്കോട്ടെ അച്ഛൻ്റെ ആയിക്കോട്ടെ എല്ലാ സ്ഥാനത്തു നിന്നും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് എൻ്റെ കൂടെ നടന്ന് ചെയ്തതും എന്നെ കെയർ ചെയ്തതും ഫുൾ എൻ്റെ ചേട്ടനായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ്സും അതായിരുന്നു. ഏതൊരു ഭാര്യ ആഗ്രഹിക്കുമല്ലോ തൻ്റെ ഭർത്താവ് ആ സമയത്ത് കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയത് മോൻ്റെ ഈ ഒരു ഡെലിവറി ടൈമിലായിരുന്നു. മോളെ സമയത്ത് പ്രാരംഭങ്ങൾ ഇങ്ങനെ ജോലി തിരക്ക് അത്രത്തോളം ഇത്രയും ഒരു അടുപ്പോ കാര്യങ്ങളോ അന്ന് എനിക്ക് തോന്നുന്നു അത്രയും വരത്തില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ അങ്ങനെ ഞാൻ എനിക്കും കൂടെ ഫോണായപ്പോൾ ഞാൻ മോൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ ഇത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം മാർച്ച് 7-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഈ ഒരു വർഷത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോണിൽ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും എനിക്കൊരു അവസരം കിട്ടുമ്പോൾ, അതായത് മോൻ്റെ 1 വയസ്സാകുമ്പോഴെങ്കിലും എനിക്കത് പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറിക്ക് കയറ്റുന്നു. പിന്നെ ഇവനെ ആദ്യമായിട്ട് എനിക്കന്ന് കാണാൻ പറ്റില്ല. എൻ്റെ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഓണമെന്ന് പറഞ്ഞ് ഞാനവിടെ ചേട്ടനെയും കൊണ്ടാണ് പ്രസവിക്കാനൊക്കെ പോയത്. എനിക്ക് നല്ല പെയിനൊക്കെ തുടങ്ങി. ചേട്ടൻ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല കെയർ ചെയ്തു. ലാസ്റ്റ് എന്തൊക്കെ ഓട് ചുറ്റി എന്നൊക്കെ പറഞ്ഞ് എന്നെ സി സെക്ഷനിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. മോളുടേത് പ്രസവം തന്നെയായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ മോളുടേത് സി സെക്ഷനായിരുന്നു. ഞങ്ങൾ മാക്സിമം നോക്കി പ്രസവിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രസവിക്കണം എന്ന് തന്നെ നിർബന്ധിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷെ അത് മാത്രം നടന്നില്ല. അതെനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 24 hours കഴിഞ്ഞിട്ടാണ് എന്നെ റൂമിലോട്ട് കയറ്റുന്നതും ഞാൻ മോനെ വ്യക്തമായി കാണുന്നതും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ മോളല്ലേ, ഇത് മോനായി കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബേബി മതി. നമുക്കങ്ങ് ടെൻഷനാണല്ലോ, നല്ലപോലെ കിട്ടിയാൽ മതി എന്നുള്ളൊരു എപ്പോഴും അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. എന്നിരുന്നാലും അവിടെ എവിടെയോ ചെറിയൊരാഗ്രഹം മോനായിരുന്ന കൊള്ളാം, മോനെ ഒരിക്കട്ടെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇതെന്തോ ദൈവാനുഗ്രഹം പോലെ തന്നെ തിരുവോണ നക്ഷത്രത്തിൽ അവൻ വന്ന് പിറന്നു. പിന്നെ അവനെ ആദ്യമായിട്ട് കുളിപ്പിച്ചപ്പോൾ പക്ഷേ എൻ്റെ കൊച്ചമ്മാമയാണ് അവനെ കുളിപ്പിക്കുന്നത് എടുക്കുന്നത്. എൻ്റെ പിന്നെ അമ്മയുടെ മാമൻ്റെ ഭാര്യ ആണ് കുളിപ്പിക്കുന്നത്. എല്ലാം മോളുടേതൊക്കെയാണ് അവർ തന്നെയാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ. ഞങ്ങൾ പൊന്നുപോലെ നോക്കിയതും. എന്നിരുന്നാൽ പോലും നമ്മുടെ ശോഭയമ്മ വന്ന് മുത്ത് എൻ്റെ മൂത്ത മോളെയൊക്കെ കുളിപ്പിച്ചിരുന്നു. അമ്മമ്മ ജോലിക്ക് പോകുമ്പോൾ ശോഭയമ്മ വന്ന് എല്ലാം കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഒരു ടൈമിൽ ഒരു ദിവസം അമ്മമ്മ ഇല്ലാത്തപ്പോൾ നമ്മുടെ ശോഭമ്മ വന്ന് കുളിപ്പിക്കും. ഞാൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും ഒരു കുളിപ്പിച്ച സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോനെ ഞാൻ എൻ്റെ ആഫ്റ്റർ ഡെലിവറി കെയറിനായിട്ട് പാലാഴി പോയപ്പോഴും ഫുള്ള് ചേട്ടൻ തന്നെയായിരുന്നു എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കുഞ്ഞുമായിട്ടൊക്കെ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. ഇതെല്ലാം ഞാൻ അന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഇതെല്ലാം കിട്ടി. അതുപോലെ തന്നെ ഞാനിപ്പോൾ അരഞ്ഞാണം കെട്ടി നമുക്ക് ഭംഗിയായിട്ട്
പാലാഴിയിൽ നിന്ന് വന്ന് പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾക്ക് അരഞ്ഞാണം കെട്ട് പെട്ടെന്ന് നടത്തേണ്ടതായിട്ടൊന്നും അങ്ങനെ അരഞ്ഞാണം കെട്ടൊക്കെ നടത്തി. പിന്നെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു 3 മാസമൊക്കെ ആയപ്പം മോനെ കൊണ്ട് വെള്ളം തളിച്ച് ദേവിയുടെ മുന്നിൽ കൊണ്ട് വെള്ളം തളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് വെള്ളമൊക്കെ തളിച്ചതായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മോൻ്റേതായിട്ടുള്ള ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷമുള്ള നിമിഷത്തിലാണ് ഇവൻ്റെ ആ ഒരു ഗർഭധരിക്കലായതുകൊണ്ട് എന്താണെന്നറിയില്ല, കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവ ഇപ്പോൾ 24 hours ചിരിയും കളിയും ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഇവൻ വന്നതിന് ശേഷം ഞാൻ വിശേട്ടൻ മോള് ഒക്കെ ഭയങ്കരമായ സന്തോഷം തന്നെ. ഇവൻ ഭയങ്കര വൈബാ ആള്. അപ്പോൾ ഇവൻ്റെ ചിരിയും കളിയും കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. മോളും തന്നെ ആളാകെ മാറിപ്പോയി. മോള് ഭയങ്കര എന്താ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് ആരുമില്ല, ഒറ്റപ്പെട്ട ഒരു മൂകതയൊക്കെ ആയിരുന്നു കൊച്ചിന്. പക്ഷേ ഇവൻ വന്നതിന് ശേഷം മോളും ആകെ ആക്റ്റീവായി, കുറച്ചൊക്കെ നല്ല വ്യത്യാസം അവൾക്കും വന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ലൈഫിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു വർഷം തന്നെയാണ് എനിക്ക് 2024 സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള, അതായത് നല്ല നിമിഷങ്ങളായിരുന്നോ, കൈപ്പേറിയ നിമിഷങ്ങളായിരുന്നോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം കേട്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ബിഗ് എന്താ പറയുക, സന്തോഷമുള്ള ഒരു വർഷം തന്നെയാണ്, ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത. അതുപോലെ മോൻ്റെ ടൈമിൽ ഫുൾ നമുക്ക് ഫിനാൻഷ്യലിയൊക്കെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു നമ്മൾ ഓൾറെഡി. അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ 24 hours നിൽക്കാൻ പറ്റി. എല്ലാവർക്കും നിൽക്കാൻ പറ്റണമെന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ലൈഫിൽ കടപ്പെട്ടിരിക്കുന്നത് ചേട്ടന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളായിട്ട് എൻ്റെ ലൈഫിൽ മാറിക്കഴിഞ്ഞു. എനിക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ നിധി എൻ്റെ ചേട്ടനായിരിക്കും. കാരണം എൻ്റെ ഏതൊരു കുഞ്ഞാഗ്രഹമായിട്ട് വലിയ ആഗ്രഹം ആയിക്കോട്ടെ, ചേട്ടനെ കൊണ്ട് പറ്റുവാണെങ്കിൽ എനിക്ക് മാക്സിമം അത് സാധിച്ചു തരാറുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ മോളെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കണമായിരുന്നു. അപ്പോൾ അതെനിക്ക് സാധിച്ചു തന്നു. ചേട്ടൻ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് എന്തൊക്കെ സാധിച്ചു തരാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചേട്ടൻ കൂടെ നിന്ന് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന പോലെ പല ഇത്തിരി സന്തോഷവും കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം അതിൽ നിന്നെല്ലാം മാറി ഒരുപാട് എനിക്ക് ഈ ഒരു മോൻ്റെ വരവോട് കൂടിയൊക്കെ ഞാൻ പിന്നെ അങ്ങ് ഭയങ്കര ഞങ്ങൾ വേറൊരു ലെവലിലോട്ട് പോയി. എല്ലാത്തിനും കാരണം സത്യം ഈ ഒരു മോൻ്റെ ഈ ഒരു വരവും ഈ ഒരു വർഷം ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത നല്ല നിമിഷങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അത് മോൻ്റെ 1 വയസ്സാവാൻ പോണ സമയത്ത് ഷൂട്ട് ചെയ്തിടണം. അതായത് ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഓരോ വീഡിയോസും ഇതിൽ ഒരു വ്ലോഗ് പോലെ ഇടണം എന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ ഒരു ടൈമിൽ എനിക്കത് സാധിച്ചില്ല. കാരണം ഞാൻ വ്ലോഗിങ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നിയപ്പോൾ ചേട്ടൻ നീ ചെയ്തോ, എനിക്കിഷ്ടമാണെങ്കിൽ നീ ചെയ്തോ, അങ്ങനെ വീണ്ടും എനിക്ക് സപ്പോർട്ട് ചെയ്ത് ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വ്ലോഗ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളും എനിക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും എല്ലാം എനിക്ക് അയച്ചു വിട്ട കാളെ പോലെ ഇട്ടേക്കുക. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ നിമിഷങ്ങളായിരുന്നു ഈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഈ മോൻ്റെ വരവായിക്കോട്ടെ, എൻ്റെ മോളുടെ വരവ് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല. ആദ്യമായിട്ട് ഞാൻ എന്നെ അമ്മ എന്ന് വിളിച്ചത് എൻ്റെ മോള് തന്നെയാണ്. മോൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല.